നമുക്ക് തിയറം 3യുടെ കോൺവേഴ്സ് പാർട്ടിലേക്ക് വരാം. കോൺവേഴ്സ് പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത് 12ന് ഒപ്റ്റിമൽ സൊല്യൂഷൻ, ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ILPPയുടെ 10ന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. Therefore, in the converse part, we assume that x0 is the optimal solution of, let x0 be optimal solution of 12. That means minimize f of x equal to cx such that x element of convex hull of TF. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് x0, ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് x0 എന്ന് അസ്യൂം ചെയ്യുന്നു. Then we have to prove that it is an optimal solution of the ILPP. ആദ്യം കാണുന്ന പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ x0 ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. കോൺവെക്സ് ഹൾ ഓഫ് TFൽ നിന്ന് എടുത്ത ഒരു പോയിന്റ് എടുത്ത ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് x0. That means x0 is a vertex of convex hull of TF. ഒരു പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ അതിന്റെ വെർട്ടെക്സിലായിരിക്കും എന്നൊരു തിയറം ഉണ്ട്. OS is at a vertex. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒരു വെർട്ടെക്സിലായിരിക്കും എന്ന് നമുക്കൊരു തിയറം ഈ ഓപ്പറേഷൻ റിസർച്ചിലുണ്ട്. നിങ്ങൾ പഠിച്ച പാർട്ടിലില്ല, അതിന് മുമ്പിലാണ്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചവർക്കറിയാം ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവുക വെർട്ടെക്സിലാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫീസിബിൾ റീജിയൻ ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു. ഫീസിബിൾ റീജിയൻ ഇതാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഫീസിബിൾ റീജിയൻ ഈസ് എ കോൺവെക്സ് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അപ്പോൾ ഈ 3 വെർട്ടെക്സിലല്ലേ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം എന്നാ, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒരു വെർട്ടെക്സിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ILPയുടെ കേസിൽ അത് പറയത്തില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാ വരുന്നെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഇതാണ് ഫീസിബിൾ റീജിയൻ, അതിൻ്റെ അകത്തുനിന്ന് ഇൻറ്റീജർ കോർഡിനേറ്റ്സിനെ മാത്രം ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വെർട്ടെക്സിലല്ല, ഇൻറ്റീജർ മാത്രം നമുക്ക് വേണം. പക്ഷെ ഇത് കോൺവെക്സ് ഹൾ ഓഫ് TF ഈസ് എ കോൺവെക്സ് സെറ്റ്. ദിസ് ഈസ് എ കോൺവെക്സ് സെറ്റ്. ഒരു കോൺവെക്സ് സെറ്റിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക വെർട്ടെക്സിലായിരിക്കും. വെർട്ടെക്സ് ഓഫ് x0 is the optimal solution of 12. Convex hull of TF is a convex set. ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് ഒരു കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട് ഒരു കോൺവെക്സ് സെറ്റിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക വെർട്ടെക്സിലായിരിക്കും. ദിസ് ഇസ് എ കോൺവെക്സ് സെറ്റ് ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് അറ്റ് എ വെർട്ടെക്സ് ഓഫ് ദ കോൺവെക്സ് സെറ്റ്. അങ്ങനെയാണ് x0 TFന്റെ ഒരു വെർട്ടെക്സ് ആണ് എന്ന് നമുക്ക് കിട്ടും. x0 TFന്റെ ഒരു വെർട്ടെക്സ് ആണെങ്കിൽ, x0 കോൺവെക്സ് ഹൾ ഓഫ് TFന്റെ ഒരു വെർട്ടെക്സ് ആണെങ്കിൽ x0 TFലെ ഒരു പോയിന്റ് ആയിരിക്കും. കോൺവെക്സ് ഹള്ളിന്റെ വെർട്ടിസസ് എന്ന് പറയുന്നത് അതിന്റെ സ്പാനിങ് പോയിന്റ്സിന്റെ, കോൺവെക്സ് ഹൾ ഓഫ് TF എന്ന് നമ്മൾ എഴുതുമ്പോൾ TFലെ പോയിന്റ്സിനെ സ്പാനിങ് പോയിന്റ്സ് ഓഫ് ദ കോൺവെക്സ് ഹൾ എന്ന് പറയും. ഈ സെറ്റിന്റെ വെർട്ടിസസ് സ്പാനിങ് പോയിന്റ്സിന്റെ ഒരു സബ് കളക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ കോൺവെക്സ് ഹൾ ഓഫ് ദീസ് പോയിന്റ്സ്. ഇതിന്റെ കോൺവെക്സ് ഹൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? കോൺവെക്സ് ഹൾ എന്ന കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 points is a points on the line segment. These 2 points on this line segment. ഇത് രണ്ടുമാണെങ്കിൽ അതിന്റെ ലൈൻ സെഗ്മെന്റ്, ഇത് അതിന്റെ ലൈൻ സെഗ്മെന്റ്, ഇത് അതിന്റെ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ്. ഇനി ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ് വേണം. ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ് വേണം. ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ് വേണം. ഇത് 2 പോയിന്റ്സിന്റെ കോമ്പിനേഷനാണ്. അപ്പൊ അതുപോലെ ഇതിനകത്തെ എല്ലാം ആകാം. ഇനി ഇതിലെ ഒരു പോയിന്റും ഇതിലെ ഒരു പോയിന്റും ഒക്കെ ആകാം. ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള, ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല, ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും കോൺവെക്സ് ഹള്ളിൽ വരും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ സ്പാനിങ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത ഇതൊക്കെയാണ് സ്പാനിങ് പോയിന്റ്സ്. സ്പാനിങ് പോയിന്റ്സ് എല്ലാം വെർട്ടിസസ് ആയിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോ അകത്തായിപ്പോയി. ഈ സെറ്റിന്റെ വെർട്ടിസസ് ഏതാ? 1, 2, 3, 4, 5 വെർട്ടിസസേ ഉള്ളൂ. അകത്തൊരു പോയിന്റും കൂടെ ഉണ്ട്, 6ാമതൊരു പോയിന്റും കൂടെ ഉണ്ട്.
അപ്പോൾ സ്പാനിങ് പോയിന്റ്സിന്റെ സബ് കളക്ഷൻ ആണ്. 5 വെർട്ടിസസേ ഉള്ളൂ. വെർട്ടിസസ് ഈസ് എ വെർട്ടിസസിന്റെ സെറ്റ് സബ് കളക്ഷൻ ഓഫ് സ്പാനിങ് പോയിന്റ്സ്. കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ് എന്ന് പറഞ്ഞപ്പോൾ ടി എഫ് ആണ് സ്പാനിങ് പോയിന്റ്സ്. സബ് കളക്ഷൻ ഓഫ് സ്പാനിങ് പോയിന്റ്സ് ഓഫ് എ കോൺവെക്സ് ഹൾ. ഒരു കോൺവെക്സ് ഹള്ളിന്റെ വെർട്ടിസസ് അതിന്റെ സ്പാനിങ് പോയിന്റ്സിന്റെ സബ് കളക്ഷൻ ആയിരിക്കും. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സ് നോട്ട് സ്പാനിങ് പോയിന്റ്സ് ടി എഫ് ആണ്. കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിന്റെ ഒരു വെർട്ടെക്സ് ആണ്. കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിന്റെ സ്പാനിങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ടി എഫ് ആണ്. അതിലൊരു മെമ്പർ ആയിരിക്കും. വെർട്ടെക്സ് ഈസ് എ മെമ്പർ ഓഫ് വെർട്ടെക്സ് എലമെന്റ് ഓഫ് സ്പാനിങ് വെർട്ടെക്സ്. 5 എണ്ണം വെർട്ടിസസ്. മെമ്പർ ഓഫ് സ്പാനിങ് പോയിന്റ്സ്. സ്പാനിങ് പോയിന്റ്സ് ഓർ വെർട്ടിസസ് സബ്സെറ്റ് ഓഫ് സ്പാനിങ് പോയിന്റ്സ്. സ്പാനിങ് പോയിന്റ്സ് എന്നുള്ളതാണ് ഇതിന് കാരണം. അങ്ങനെ എക്സ് നോട്ട് ടി എഫിലെ ഒരു പോയിന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. എക്സ് നോട്ട് ടി എഫിലെ ഒരു പോയിന്റ് ആണെന്നല്ല, എക്സ് നോട്ടിലാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുന്നത്. 12ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സ് നോട്ട് ആണ്. അത് തന്നെയാണ് 10ന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ എക്സ് നോട്ട് തന്നെയാണ് 10 എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു എക്സ് എലമെന്റ് ഓഫ് ടി എഫ് ആണ്. എക്സ് നോട്ട് തന്നെയാണ് ടി എഫിന്റെ പ്രോബ്ലം 10ന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടി എഫിലെ വേറൊരു പോയിന്റ് എടുത്ത് നോക്കാം. 10ന്റെ മിനിമൈസ് എഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു എക്സ് എലമെന്റ് ഓഫ് ടി എഫ് ആണ്. ടി എഫിൽ നിന്ന് വേറൊരു പോയിന്റ് എടുത്ത് നോക്കാം. അറ്റ് എക്സ് എലമെന്റ് ഓഫ് ടി എഫ്. ടി എഫിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു. ഇത് ടി എഫിൽ നിന്ന് അടുത്ത്. ടി എഫിൽ നിന്ന് അടുത്തെങ്കിൽ ടി എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ് എന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടിയ എക്സ് ടി എഫിൽ നിന്ന് അടുത്ത്, അതിനർത്ഥം എക്സ് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിലും ഉണ്ട്. ടി എഫിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്താലും അത് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിലും ഉണ്ട്. ദെൻ വാട്ട് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു? എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇത് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിലെ 2 പോയിന്റ്സ്. അത് പ്രോബ്ലം 12 ബന്ധപ്പെട്ടതല്ലേ? പ്രോബ്ലം 12ന്റെ സൊല്യൂഷൻ സെറ്റ് ആണ് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്. പ്രോബ്ലം 12ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് എക്സ് നോട്ട്. അപ്പോൾ കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ് നിന്ന് 2 പോയിന്റ് എടുത്തു. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇതാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ മിനിമൈസേഷൻ ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതേണ്ടി വരും. ഇത് നമ്മൾ പ്രോബ്ലം 12നെ ബേസ് ചെയ്ത് എഴുതുക. പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്താ? എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ്, എവിടെ നിന്നായിരുന്നു നമ്മൾ എക്സ് തുടങ്ങിയത്? ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ടി എഫ്. ടി എഫിൽ നിന്ന് ആരെടുത്താലും നമ്മുടെ കുറ്റമല്ല, അത് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിലുണ്ട്. ടി എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്. അപ്പോൾ അത് പ്രോബ്ലം 12 ബേസ് ചെയ്ത് എക്സ് നോട്ട് ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് എക്സ് നോട്ടിൽ മിനിമമാണ്, എഫ് എക്സിനേക്കാളും മിനിമമാണ് എഫ് എക്സ് നോട്ടിൽ. പക്ഷേ ടി എഫിൽ ഏത് എക്സ് എടുത്താലും ഇതുപോലെ എഴുതാം. എഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ടി എഫ്. ടി എഫിലുള്ള ആരെ എടുത്താലും നമുക്ക് എഫ് എക്സ് നോട്ടാണ് മിനിമമായിട്ട് കിട്ടുക. ഇതാണ് മിനിമമായിട്ട് കിട്ടിയത്. ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈസ് ടി എഫിൽ ആരെ എടുത്താലും, ടി എഫിലുള്ള എടുക്കുന്നത് 10ലാണ്. എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ടി എഫ് വെച്ച് പറഞ്ഞ പ്രോബ്ലം ഏതാ? 10. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 എന്ന് പറഞ്ഞാൽ ILPP. LPP or MILPP. ILPP or MILPP whichever is given. അപ്പോൾ അത് 12ന്റെ സൊല്യൂഷനായ എക്സ് നോട്ട് തന്നെ 10ന്റെയും സൊല്യൂഷൻ ആകും എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് തിയറത്തിന്റെ 2 പാർട്ടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പഴയ ചില റിസൾട്ടുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വായിച്ചിട്ട് ചിലർക്ക് ഉണ്ടാവുമായിരുന്നിരിക്കാം. അതിന് കാരണം OR നേരത്തെ പഠിക്കാത്തവർക്കാണ് അങ്ങനെ ഒരു സാധ്യത. അല്ലാത്തവർക്ക് ഈ റിസൾട്ടുകൾ അറിഞ്ഞാൽ മതി. കോൺവേഴ്സ് പാർട്ട് എഴുതാൻ വളരെ കുറച്ചേ ഉള്ളൂ. കോൺവേഴ്സ് പാർട്ടിന്റെ ഈ റിസൾട്ടുകൾ അറിയണം എന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? കോൺവെക്സ് ഹൾ എന്ന് പറയുന്നത്, കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്, കോൺവെക്സ് ഹൾ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസിനെ സെറ്റിലുള്ളതിനെ, ഇപ്പം ഞാൻ ഈ സെറ്റിൽ കാണിച്ചില്ലേ 6 പോയിന്റ്സ്, ഞാനൊരു മഷി ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ 6 അല്ല 7 പോയിന്റ്സ് കാണിച്ചത്. ഇത് എല്ലാമാണ് ഞാൻ എസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. റെഡ് പോയിന്റ്സ് ആണ് എസ് ആയിട്ട് എടുത്തത്. അതിന്റെ കോൺവെക്സ് ഹള്ളാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് മാർക്ക് ചെയ്ത പോയിന്റ്സിനെ സ്പാനിങ് പോയിന്റ്സ് എന്ന് പറയും. പിന്നെ കോൺവെക്സ് ഹൾ വരയ്ക്കുക. അതൊരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ ഏത് 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എടുത്താലും അത് മുഴുവനും സെറ്റിനകത്തുണ്ടാകും എന്നുള്ളതാണ്
കോൺവെക്സ് സെറ്റിന്റെ ഡെഫിനിഷൻ. ഇവിടുത്തെ ഏത് 2 പോയിന്റ് എടുത്താലും അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് മുഴുവനും സെറ്റിനുള്ളിലായിരിക്കും. കോൺവെക്സ് അല്ലാത്തൊരു സെറ്റിന് എക്സാമ്പിൾ ഇതാണ്. ഈ സെറ്റിലെ 2 ഇത് ഇതിന്റെ ഇൻസൈഡും കിട്ടും. ഇൻസൈഡ് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇത് രണ്ടും സെറ്റിലെ പോയിന്റ്സ് ആണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഈ പോയിന്റ്സ് ഒന്നും സെറ്റിലില്ല. ഇത് ഒരു നോൺ കോൺവെക്സ് സെറ്റാണ്. നോൺ കോൺവെക്സ് സെറ്റ്. അതേസമയം ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഏത് 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റും അതിനുള്ളിൽ കിടക്കും. അതൊരു കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ ഒരു കോൺവെക്സ് സെറ്റിന്റെ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് എടുത്താണോ സെറ്റ് ഫോം ചെയ്തത്, കോൺവെക്സ് ഹള്ളിന്റെ ഏതൊക്കെ പോയിന്റ്സ് എടുത്താണോ സെറ്റ് ഫോം ചെയ്തത് അത് സ്പാനിങ് പോയിന്റ്സ്. ഇത് ടി എഫിന്റെ സ്പാനിങ് പോയിന്റ്സ് ആണ്. കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിന്റെ സ്പാനിങ് പോയിന്റ്സ് ആണ് ടി എഫ്. കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ് വരച്ചു നോക്കുക. അന്നേരം വെർട്ടിസസ് സ്പാനിങ് പോയിന്റ്സ് എല്ലാം വേണമെന്ന് നിർബന്ധമില്ല. സ്പാനിങ് പോയിന്റ്സിന്റെ സബ് കളക്ഷൻ ആണ് വെർട്ടിസസ്. വെർട്ടിസസ് ഓഫ് എ കോൺവെക്സ് ഹൾ വിൽ ബി a subcollection of the spanning points of the convex hull. അതാണ് vertices subcollection of spanning points of convex hull. അതാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച ഒരു റിസൾട്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് കോൺവെക്സ് ഹള്ളിന്റെ കോൺവെക്സ് സെറ്റിൽ വരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ അതിന്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. നമ്മൾ ഫിഗറൊക്കെ ILPക്ക് പറ്റത്തില്ല, അല്ലാത്തപ്പോഴൊക്കെ. ILP കോൺവെക്സ് അല്ല. ILPയുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ അത് കോൺവെക്സ് അല്ല. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല. ILPയിലുള്ള സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് അല്ല. സൊല്യൂഷൻ സെറ്റ് കോൺവെക്സ് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ വരുന്നത് വെർട്ടിസസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ വരച്ചിട്ട് വെർട്ടിസസിൽ അകത്തൊന്നും നോക്കുന്നില്ലല്ലോ സൊല്യൂഷൻ. ILPക്കല്ല LPPക്ക് അകത്തൊന്നും നോക്കുന്നില്ലല്ലോ, വെർട്ടിസസിൽ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ആ സെറ്റുകൾ കോൺവെക്സ് ആയിരുന്നുകൊണ്ടാണ്. LPPയുടെ SF എന്ന് പറയുന്നത് കോൺവെക്സ് സെറ്റാണ്. TF കോൺവെക്സ് അല്ല. TF നോട്ട് കോൺവെക്സ്. TF എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയായിട്ടൊക്കെ കിടക്കും, അത് കോൺവെക്സ് അല്ല. പക്ഷെ കോൺവെക്സ് ഹൾ ഓഫ് TF ഏത് സെറ്റിന്റെ ആണെങ്കിലും കോൺവെക്സ് ഹള്ള് അതൊരു കോൺവെക്സ് സെറ്റ്. ഇതൊരു കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട് ഫോർ എ കോൺവെക്സ് സെറ്റ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ വിൽ ബി അറ്റ് എ വെർട്ടെക്സ്. അപ്പൊ 12ന്റെ സൊല്യൂഷൻ കോൺവെക്സ് 12ന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കോൺവെക്സ് സെറ്റിലുണ്ടായ സൊല്യൂഷനാണ്. കോൺവെക്സ് സെറ്റിലുണ്ടായ ഒപ്റ്റിമൽ സൊല്യൂഷൻ അതിന്റെ വെർട്ടെക്സിലായിരിക്കും. എക്സ് നോട്ട് 12ന്റെ സൊല്യൂഷൻ എടുത്താൽ എക്സ് നോട്ട് ഒരു വെർട്ടെക്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ 2 റിസൾട്ടുകളാണ് പ്രധാനം. കോൺവെക്സ് സെറ്റ് സൊല്യൂഷൻ സെറ്റ് ആണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആ കോൺവെക്സ് സെറ്റിന്റെ ഒരു വെർട്ടെക്സിലായിരിക്കും. അങ്ങനെ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വെർട്ടെക്സ് ആയി. വെർട്ടിസസ് ഓഫ് എ കോൺവെക്സ് ഹൾ വിൽ ബി എ സബ് കളക്ഷൻ ഓഫ് ദ സ്പാനിങ് പോയിന്റ്സ് എന്നുള്ളത് മറ്റൊരു റിസൾട്ടാണ്. അത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. നോട്ട്സ് വേണമെന്നുണ്ടായിരിക്കും. നോട്ട്സ് ഞാൻ എഴുതിയിട്ട് അയച്ചു തരാം. നിങ്ങൾ പഠിക്കുക. താങ്ക് യു.